നമസ്കാരം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന മട്ടിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കാര്യം. ഭരണം നിലനിർത്താനുള്ള വെമ്പലിൽ വർഗീയത വളർത്താൻ അവർ നടത്തുന്ന അവാസ്തവ പ്രചാരണങ്ങൾ അവർക്ക് തന്നെ വിനയാവുകയാണ്. മുസ്ലിം സമുദായത്തെ നിഴലിൽ നിർത്തുന്ന വിവാദപരമായ പോസ്റ്റുകളുടെ പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ നിന്നും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ പോസ്റ്റും ഡിലീറ്റ് ചെയ്യാൻ ബി.ജെ.പിയുടെ കർണാടക ഘടകം നിർബന്ധിതരായിരിക്കുകയാണ്. സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ക്ഷേത്ര കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി പ്രചരിപ്പിച്ച തെറ്റായ വിവരങ്ങൾ സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തു വന്നതോടെ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയിരിക്കുകയാണ് ബി.ജെ.പി. കർണാടകയിലെ ഹൊസകോട്ട് അഭിമുക്തേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ബ്രഹ്മരഥോത്സവ കമ്മിറ്റിയിലേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് കർണാടകയിലെ സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഹിന്ദുക്കളെ കൊള്ളയടിക്കാനും നിയന്ത്രിക്കാനും അഹിന്ദുക്കളെ നിയമിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളും അവയുടെ വിഭവങ്ങളും കവരാനും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ രഥോത്സവ കമ്മിറ്റിയിലേക്ക് നിയമിക്കുന്നത് വർഷങ്ങളായി പിന്തുടരുന്ന ഒരു കീഴ്വഴക്കമാണെന്നും സംസ്ഥാനത്ത് ബി.ജെ.പി ഭരണകാലത്തും ഇത് നടപ്പാക്കിയിട്ടുണ്ടെന്നും സിദ്ധാരാമയ്യ സർക്കാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ബി.ജെ.പി പോസ്റ്റ് മുക്കാൻ നിർബന്ധിതരായത്. 2020-ലും 2021-ലും സംസ്ഥാനത്ത് ബി.ജെ.പി അധികാരത്തിൽ ഇരുന്നപ്പോഴും അഹിന്ദുവായ ഒരാളെ സമിതിയിൽ നിയമിച്ചതായി സിദ്ധാരാമയ്യ ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി മന്ത്രിയായിരുന്ന എം.ടി.ബി നാഗരാജിന്റെ നിർദ്ദേശപ്രകാരമാണ് നിയമനം നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൊസകോട്ട് എം.എൽ.എ ശരത് കുമാർ ബച്ചഗൌഡയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൊസകോട്ട് തഹസിൽദാർ രഥോത്സവ കമ്മിറ്റിയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗം ഉൾപ്പെടെ 12 അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ബി.ജെ.പി വിദ്വേഷ പ്രചാരണവുമായി രംഗത്ത് വന്നത്. ഹൊസകോട്ടിലെ ശ്രീ അഭിമുക്തേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ നവാസിനെ കോൺഗ്രസ് നിയോഗിച്ചു. നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഹിന്ദു വിദ്വേഷിയായ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇപ്പോൾ അഹിന്ദുക്കളെ നിയമിച്ച് ക്ഷേത്രങ്ങളും അവയുടെ വിഭവങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു പോസ്റ്റിലെ വാചകങ്ങൾ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു പ്രത്യേക സമുദായത്തിന് അനുകൂലമായി ഹിന്ദുക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ തിടുക്കം കാണിക്കുന്നതായി കാണുന്നു എന്നും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇന്ന് ഇത് കർണാടകയിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണെങ്കിൽ നാളെ ഇത് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലുമാകാം എന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി പോസ്റ്റിൽ ചേർത്ത് വെച്ചിരുന്നു. കർണാടക ബി.ജെ.പി അതിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ ഈ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റ് ഇട്ട ശേഷം മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സി.ടി. രവി ഉൾപ്പെടെ നിരവധി ബി.ജെ.പി നേതാക്കൾ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നു. കർണാടക ബി.ജെ.പി ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ സിദ്ധാരാമയ്യയും രാമലിംഗ റെഡ്ഡിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ പാർട്ടിയുടെ തെറ്റായ പ്രചാരണത്തെ പൊളിച്ചടുക്കി. ഹൊസക്കോട്ട് തഹസിൽദാരുടെ മുൻ വർഷങ്ങളിലെ ഉത്തരവുകൾ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ തെളിവുകൾ സഹിതം തങ്ങളുടെ വാദം ഊട്ടി ഉറപ്പിച്ചതോടെ നിൽക്കക്കള്ളിയില്ലാതായ ബി.ജെ.പി പോസ്റ്റ് മുക്കി രക്ഷപ്പെടുകയായിരുന്നു. വളരെ കാലമായി നടക്കുന്ന ഉത്സവത്തിൽ എല്ലാ വർഷവും ഉത്സവ സമയത്ത് ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കാറുണ്ടെന്നും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഏക അംഗം ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിയിൽ മിക്കവാറും എല്ലാവരും ഹിന്ദുക്കളാണ് ഉണ്ടാകാറെന്നും റെഡ്ഡി വ്യക്തമാക്കി. 20-30 വർഷമായി ഇതാണ് പതിവ് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി കർണാടകയിൽ ബി.ജെ.പി ആയിരുന്നു അധികാരത്തിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി സർക്കാരിന്റെ കാലത്തും മുസ്ലിം സമുദായ അംഗങ്ങളെ ഈ ബ്രഹ്മരഥോത്സവ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കിയിരുന്നു എന്ന വസ്തുത താൻ അവതരിപ്പിക്കുക മാത്രമല്ല ബി.ജെ.പി സോഷ്യൽ മീഡിയയിൽ ഇട്ട പ്രസ്താവന പിൻവലിക്കണമെന്നും സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ശക്തമായി രംഗത്ത് വന്നതോടെ ബി.ജെ.പി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. സത്യം പുറത്തു വന്നയുടൻ നാണം കെട്ട ബി.ജെ.പി സോഷ്യൽ മീഡിയയിലെ പ്രസ്താവന ഇല്ലാതാക്കി. അവർ ഇതുവരെ സംസ്ഥാനത്ത് ജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും സിദ്ധാരാമയ്യ തന്റെ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. എല്ലാ മതങ്ങളുടെയും സമത്വവും സഹവർത്തിത്വവും പുലർത്തുന്ന ഹിന്ദു പൈതൃകത്തിന്റെ തെളിവാണ് അഭിമുക്തേശ്വര സ്വാമി ക്ഷേത്രമെന്നും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അവിടെയുള്ള എല്ലാ മതപരമായ പരിപാടികളിലും ഭക്തിയോടും ആദരവോടും കൂടി പങ്കെടുത്തിരുന്നുവെന്നും സിദ്ധാരാമയ്യ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വർഗീയ കാർഡ് ഇറക്കി ഏത് തരം പ്രചാരണത്തിനും ബി.ജെ.പി മടിക്കില്ല എന്നതിനുള്ള ഒടുവിലത്തെ തെളിവാണ് കർണാടകയിൽ കണ്ടത്. ഇനി അവർ ഇറക്കാൻ പോകുന്ന കാർഡ് എന്താണെന്ന് കാത്തിരുന്ന് കാണാം.